കായംകുളത്ത് സ്വകാര്യ ബസ് കണ്ടക്ടറിൽ നിന്നും MDMA-യും കഞ്ചാവും പിടികൂടി. കായംകുളം പന്തളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ കണ്ടക്ടർ സുജിത്തിൽ നിന്നുമാണ് 99.1 മില്ലിഗ്രാം MDMA-യും 4 ഗ്രാം കഞ്ചാവും എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. സർവീസ് നടത്തിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറിൽ നിന്നുമാണ് MDMA-യും കഞ്ചാവും പിടികൂടിയത്. കായംകുളം പന്തളം റൂട്ടിൽ സർവീസ് നടത്തുന്ന രാഖി എന്ന ബസ്സിലെ കണ്ടക്ടർ വള്ളികുന്നം താളിരാടി സുജാ ഭവനത്തിൽ സുജിത്തിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. 99.1 മില്ലിഗ്രാം MDMA-യും 3 ഗ്രാം കഞ്ചാവുമാണ് ഇയാളിൽ നിന്നും പിടികൂടിയതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. KP റോഡിൽ മുരുക്കുമൂട് ജംഗ്ഷന് സമീപം നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. ഹരിപ്പാട് എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടറും മാവേലിക്കര എക്സൈസ് റേഞ്ചിലെ എക്സൈസ് ഇൻസ്പെക്ടറും ചേർന്നാണ് പരിശോധന നടത്തിയത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കായംകുളം പന്തളം റൂട്ടിൽ ഓടുന്ന രാഖി എന്ന പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ സുജിത്തിനെയാണ് 1 ഗ്രാം MDMA 4 ഗ്രാം കഞ്ചാവായി പിടികൂടിയിരിക്കുന്നത്. നടപടികൾ പൂർത്തിയായി ഇനി കായംകുളം എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി വലിയ റിമാൻഡ്. എവിടെ നിന്നാണ് സാർ ഇത് പിടിച്ചത്? കായംകുളം KP റോഡ് മുരിക്കുമൂട് ജംഗ്ഷൻ റോഡിൽ മുരിക്കുമൂട് ജംഗ്ഷനിൽ നിന്നാണ് പിടികൂടിയത്. ഹരിപ്പാട് എക്സൈസ് സർക്കിൾ ഓഫീസ് പാർട്ടിയും മാവേലിക്കര സർക്കിൾ ഓഫീസ് പാർട്ടിയും റേഞ്ച് പാർട്ടിയും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സുജിത്തിനെ സാർ ഇത് ഇൻഫർമേഷൻ വല്ലതും കിട്ടിയിട്ട് പൊക്കിയതാണോ? രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആണ് നടത്തിയ പരിശോധനയിലാണ്. ഇദ്ദേഹം ഇനി ചോദ്യം ചെയ്താലേ അറിയാനൊക്കത്തുള്ളൂ എത്ര കാലമായിട്ട് ഇതിൻ്റെ സോഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്താലും അറിയാൻ പറ്റും. ഈ പ്രൈവറ്റ് ബസ് ആകുമ്പോൾ കൂടുതലും സ്റ്റുഡൻസ് ആയിരിക്കുമല്ലോ അതിനകത്ത്. ബാക്കിയായിരിക്കും ഒരു പരിശോധിച്ച് നോക്കിയാലും അറിയാൻ പറ്റും. CDNet ന്യൂസ് കായംകുളം.